പ്രൈം ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ MS വേർഡിലെ ഷോർട്ട് കട്ട് കീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ആ ക്ലാസ്സിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ് ഇത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് MS വേർഡ് 2024 വേർഷനാണ്. നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നത് വേറെ വേർഷൻസ് ആണെങ്കിൽ ചില ഷോർട്ട് കട്ട് കീസൊക്കെ ഇതേപോലെ തന്നെ ആയിരിക്കില്ല ഫങ്ഷൻ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ ക്ലിയർ ചെയ്ത് തരാം. സെലക്ഷനുമായി കണക്റ്റഡ് ആയിട്ടുള്ള കമാൻഡ്സ് ആണ്. സാധാരണ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? നമുക്കിപ്പോൾ ഈ വീഡിയോ എന്നുള്ള വേർഡ് മുതൽ ആഡ് വരെയാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ മൗസ് പോയിന്റർ ആദ്യം ഇവിടെ കൊണ്ടുവരും. അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ട് മൗസ് പതിയെ താഴേക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്ന ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ റിലീസ് ചെയ്യും. ഇങ്ങനെയല്ലാതെ സെലക്ഷനായിട്ട് കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉണ്ട്. അതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൗസ് ഉപയോഗിച്ചും ചെറിയ കുറച്ച് ഷോർട്ട് കട്ട്സ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ഈ ആദ്യത്തെ വേർഡാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ വേർഡിൻ്റെ മുകളിലേക്ക് മൗസ് പോയിന്റർ കൊണ്ടുവരിക. അതിനുശേഷം ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് കൊടുക്കുക. അതുപോലെ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യണമെങ്കിൽ ആ പാരഗ്രാഫിൽ എവിടെയെങ്കിലും മൗസ് പോയിന്റർ കൊണ്ടുവന്ന് ട്രിപ്പിൾ ലെഫ്റ്റ് ക്ലിക്ക് കൊടുക്കുക. ഒരു സെൻറ്റൻസ് സെപ്പറേറ്റ് ആയി കിടക്കുകയാണെങ്കിൽ അത് സെലക്ട് ചെയ്യാനും ഇതേപോലെ ട്രിപ്പിൾ ലെഫ്റ്റ് ക്ലിക്ക് കൊടുക്കാം. ഇപ്പോൾ ഈ ആദ്യത്തെ സെൻറ്റൻസ് ഈ പാരഗ്രാഫിൽ നിന്ന് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. അതിനുശേഷം ഈ സെൻറ്റൻസിൻ്റെ എവിടെയെങ്കിലും മൗസ് പോയിന്റർ കൊണ്ടുവന്ന് ട്രിപ്പിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയി സെലക്റ്റഡ് ആയി. ഇനി നമുക്ക് കീബോർഡ് ഷോർട്ട് കട്ട്സ് നോക്കാം. ആദ്യത്തേത് Shift+ അപ്പ് ആരോ. സെലക്ട് ഫ്രം ദി കറൻറ്റ് പൊസിഷൻ ടു ദി ഇമ്മീഡിയറ്റ് ടോപ്പ് പൊസിഷൻ. നമ്മുടെ കറൻറ്റ് പൊസിഷൻ എവിടെയാണോ, അതായത് കേഴ്സർ ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള പോർഷനിലേക്ക് വരെ സെലക്ഷൻ വരും. ഇപ്പോൾ ഞാൻ ഈ ഓൾസോയുടെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ കേഴ്സർ ഇവിടെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ Shift+ അപ്പ് ആരോ കൊടുക്കുകയാണെങ്കിൽ തൊട്ട് മുകളിലുള്ള പൊസിഷൻ എന്ന് പറയുന്നത് എസിൻ്റെയും ടിയുടെയും ബിറ്റ്വീൻ ഉള്ള ആ ഒരു സ്പേസ് ആണ്. അപ്പോൾ അവിടെ വരെ സെലക്ഷൻ പോകും. അങ്ങനെ നമുക്കൊന്ന് കൊടുക്കാം. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം മറ്റൊരു ഫിംഗർ ഉപയോഗിച്ച് അപ്പ് ആരോ പ്രസ് ചെയ്യുക. അടുത്തത് Shift+ ഡൗൺ ആരോ. സെലക്ട് ഫ്രം ദി കറൻറ്റ് പൊസിഷൻ ടു ദി ഇമ്മീഡിയറ്റ് ബോട്ടം പൊസിഷൻ. നേരത്തെ ടോപ്പ് പൊസിഷനിലേക്കാണ് സെലക്ഷൻ വന്നത്. ഇപ്പോൾ അതേപോലെ തന്നെ ഇമ്മീഡിയറ്റ് ബോട്ടം പൊസിഷനിലേക്ക് സെലക്ഷൻ വരും. നമുക്കിവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഷിഫ്റ്റ് ഡൗൺ ആരോ കൊടുക്കാം. അടുത്തത് Shift+ ലെഫ്റ്റ് ആരോ. സെലക്ട് ദി ക്യാരക്ടർ ടു ദി ലെഫ്റ്റ്. ഇത് ക്യാരക്ടർ വൈസ് സെലക്ഷൻ ആണ്. ഞാനിവിടെ വൈയുടെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ കേഴ്സർ വൈയുടെ റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. ഇനി Shift+ ലെഫ്റ്റ് ആരോ കൊടുക്കുമ്പോൾ ഈ കേഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന വൈ എന്ന ക്യാരക്ടർ മാത്രമായിരിക്കും സെലക്റ്റഡ് ആവുന്നത്. ഷിഫ്റ്റ് ലെഫ്റ്റ് ആരോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച H2O അതിലെ 2, അതുപോലെ X³ 3, അങ്ങനെ ഒരു ക്യാരക്ടർ മാത്രം സെലക്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഈ കമാൻഡ് കൊടുക്കുന്നത് വളരെ ഈസി ആയിരിക്കും. അടുത്തത് Shift+ റൈറ്റ് ആരോ. ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള ക്യാരക്ടർ സെലക്ട് ചെയ്യാൻ എയുടെ ലെഫ്റ്റ് സൈഡ് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഷിഫ്റ്റ് റൈറ്റ് ആരോ കൊടുക്കാം. അപ്പോൾ എ എന്ന ക്യാരക്ടർ മാത്രം സെലക്റ്റഡ് ആയി. നെക്സ്റ്റ് Shift+ ഹോം. സെലക്ട് ഫ്രം ദി കറൻറ്റ് പൊസിഷൻ ടു ദ ബിഗിനിങ് ഓഫ് ദി കറൻറ്റ് ലൈൻ. ഏത് ലൈനിലാണോ നമ്മൾ നിൽക്കുന്നത് ആ കേഴ്സർ പൊസിഷൻ മുതൽ ആ ലൈനിൻ്റെ ബിഗിനിങ് വരെ സെലക്റ്റഡ് ആകും. ഇപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം Shift+ ഹോം കീ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ കേഴ്സർ പൊസിഷനിൽ നിന്നും ലെഫ്റ്റിലോട്ട് ആ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു. അടുത്തത് Shift+ എൻഡ്. സെലക്ട് ഫ്രം ദി കറൻറ്റ് പൊസിഷൻ ടു ദി എൻഡ് ഓഫ് ദി കറൻറ്റ് ലൈൻ. ഇപ്പോൾ ഇവിടെയാണ് കേഴ്സർ നിൽക്കുന്നതെങ്കിൽ ഇവിടെ മുതൽ ഈ ലൈനിൻ്റെ എൻഡ് വരെ സെലക്ട് ചെയ്യപ്പെടും. Shift+ എൻഡ് കീ. അടുത്തത് Ctrl+Shift+ അപ്പ് ആരോ. ഇത് 3 കീസിൻ്റെ കോമ്പിനേഷനാണ്. സെലക്ട് ഫ്രം ദി കറൻറ്റ് പൊസിഷൻ ടു ദി ബിഗിനിങ് ഓഫ് ദി കറൻറ്റ് പാരഗ്രാഫ്. നമ്മൾ ഏത് പാരഗ്രാഫിലാണോ നിൽക്കുന്നത് അവിടുത്തെ ആ കേഴ്സർ പൊസിഷൻ മുതൽ ആ പാരഗ്രാഫിൻ്റെ ബിഗിനിങ് വരെ സെലക്ട് ചെയ്യപ്പെടും. ഇപ്പോൾ കേഴ്സർ ഇവിടെയാണ് നിൽക്കുന്നത്.
കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. മറ്റൊരു ഫിംഗർ ഉപയോഗിച്ച് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം മറ്റൊരു ഫിംഗർ ഉപയോഗിച്ച് അപ്പ് ആരോ പ്രസ് ചെയ്യുക. കഴ്സർ പൊസിഷൻ ഇവിടെയായിരുന്നു. ഇവിടെ മുതൽ പാരഗ്രാഫിൻ്റെ ബിഗിനിങ് വരെ സെലക്ട് ചെയ്യപ്പെട്ടു. അടുത്തത് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡൗൺ ആരോ. സെലക്ട് ഫ്രം ദി കറണ്ട് പൊസിഷൻ ടു ദി എൻഡ് ഓഫ് ദി കറണ്ട് പാരഗ്രാഫ്. കഴ്സർ നമുക്ക് ഇവിടെ നിർത്താം. അതിനുശേഷം കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ കൊടുക്കാം. അടുത്തത് കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ആരോ. സെലക്ട് ദ വേർഡ് ടു ദി ലെഫ്റ്റ്. നേരത്തെ ഷിഫ്റ്റ് ലെഫ്റ്റ് ആരോ കൊടുത്തപ്പോൾ ലെഫ്റ്റിലോട്ടുള്ള ഒരു ക്യാരക്ടറാണ് സെലക്ട് ചെയ്യപ്പെട്ടത്. കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ആരോ കൊടുക്കുമ്പോൾ ലെഫ്റ്റിലോട്ടുള്ള ഒരു വേർഡ് കംപ്ലീറ്റ് ആയിട്ടായിരിക്കും സെലക്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ പ്രൊവൈഡ്സിൻ്റെ എസിൻ്റെ റൈറ്റ് സൈഡിൽ കഴ്സർ നിർത്തുകയാണ്. അതിനുശേഷം കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ആരോ കൊടുത്തു. ആ വേർഡ് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു, ലെഫ്റ്റ് സൈഡിലുള്ള വേർഡ്. അടുത്തത് കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ. സെലക്ട് ദ വേർഡ് ടു ദി റൈറ്റ്. നേരത്തെ ലെഫ്റ്റിലത്, ഇപ്പോൾ റൈറ്റിലെ വേർഡ്. ഇപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലൊന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ കൊടുക്കാം. ഇപ്പോൾ കഴ്സർ പൊസിഷൻ്റെ റൈറ്റ് സൈഡിലുള്ള ഡോക്യുമെൻ്റ് എന്നുള്ള വേർഡ് കംപ്ലീറ്റ് ആയി സെലക്റ്റഡ് ആയി. അടുത്തത് കൺട്രോൾ ഷിഫ്റ്റ് ഹോം. സെലക്ട് ഫ്രം ദി കറണ്ട് പൊസിഷൻ ടു ദ ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെൻറ്റ്. നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നതെന്നിരിക്കട്ടെ, യുവിൻ്റെ റൈറ്റ് സൈഡ്. ഇവിടെ നിന്നുകൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് ഹോം കൊടുക്കുകയാണെങ്കിൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ ബിഗിനിങ് വരെ സെലക്ട് ചെയ്യപ്പെടും. കൺട്രോൾ ഷിഫ്റ്റ് ഹോം. അടുത്തത് കൺട്രോൾ ഷിഫ്റ്റ് എൻഡ്. സെലക്ട് ഫ്രം ദി കറണ്ട് പൊസിഷൻ ടു ദി എൻഡ് ഓഫ് ദി ഡോക്യുമെൻറ്റ്. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. പിന്നീട് കൺട്രോൾ ഷിഫ്റ്റ് എൻഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ ഡോക്യുമെൻറ്റിൻ്റെ എൻഡ് വരെ സെലക്ട് ചെയ്യപ്പെട്ടു. അടുത്തത് കൺട്രോൾ ഓൾട്ട് ഷിഫ്റ്റ് പ്ലസ് പേജ് അപ്പ്. സെലക്ട് ഫ്രം ദ കറണ്ട് പൊസിഷൻ ടു ദി ടോപ്പ് ഓഫ് ദ വിൻഡോ. ഈ വിൻഡോയുടെ നമുക്കിപ്പോൾ കാണുന്ന ഭാഗത്തിൻ്റെ അതിൻ്റെ ടോപ്പ് പോർഷൻ വരെ സെലക്ട് ചെയ്യപ്പെടും. ഇപ്പോൾ എനിക്ക് ഇവിടെ മുതൽ ഈ ഇറ്റിന് ശേഷമുള്ള ലൊക്കേഷൻ മുതൽ ടോപ്പ് ഓഫ് ദ വിൻഡോ ഇവിടെ വരെയാണ് വേണ്ടതെങ്കിൽ ഈ കമാൻഡ് കൊടുക്കാം. അതിനായി ആദ്യം ഒരു ഫിംഗർ ഉപയോഗിച്ച് കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. മറ്റൊരു ഫിംഗർ ഉപയോഗിച്ച് ഓൾട്ട് എന്നെഴുതിയിരിക്കുന്ന കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. പിന്നീട് ഷിഫ്റ്റ് കീ മറ്റൊരു ഫിംഗർ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം പേജ് അപ്പ് എന്ന കീ മറ്റൊരു ഫിംഗർ ഉപയോഗിച്ച് പ്രസ് ചെയ്യുക. ഇങ്ങനെയായിരിക്കും സെലക്ഷൻ വരുന്നത്. അടുത്തത് കൺട്രോൾ ഓൾട്ട് ഷിഫ്റ്റ് പേജ് ഡൗൺ. നേരത്തെ മുകളിലോട്ട് സെലക്ട് ചെയ്യപ്പെട്ടു, ഇപ്പോൾ താഴേക്കായിരിക്കും സെലക്ഷൻ വരുന്നത്. ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് കൺട്രോൾ ഓൾട്ട് ഷിഫ്റ്റ് പേജ് ഡൗൺ കൊടുക്കാം. ഇങ്ങനെയായിരിക്കും സെലക്ഷൻ വരുന്നത്. അടുത്തത് കൺട്രോൾ എ സെലക്ട് ഓൾ. കംപ്ലീറ്റ് സെലക്ട് ചെയ്യാനായി കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം മറ്റൊരു ഫിംഗർ ഉപയോഗിച്ച് എ എന്ന കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ കംപ്ലീറ്റായി സെലക്ട് ചെയ്യപ്പെട്ടു. അടുത്തത് F8. ലെഫ്റ്റ് ക്ലിക്ക് അറ്റ് ദ ബിഗിനിങ് പോയിന്റ്, ദെൻ F8, അഗെയിൻ ലെഫ്റ്റ് ക്ലിക്ക് അറ്റ് ദ റിക്വയർഡ് പോയിന്റ്. പ്രസ് എസ്കേപ്പ് കീ ടു സ്റ്റോപ്പ് ദി എക്സ്റ്റെൻഡ് മോഡ്. ഇവിടെ ഫംഗ്ഷൻ കീ ആണ് യൂസ് ചെയ്യുന്നത്. ചില കീബോർഡുകളിൽ F1, F2, F3, F8 അങ്ങനെയുള്ള ഫംഗ്ഷൻ കീസ് കിട്ടാനായി ജസ്റ്റ് ആ ഫംഗ്ഷൻ കീയുടെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. എന്നാൽ മറ്റ് ചില കീബോർഡുകളിൽ ഫംഗ്ഷൻ കീസ് കിട്ടാനായി FN എന്ന കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത ശേഷം പിന്നീട് മറ്റൊരു ഫിംഗർ ഉപയോഗിച്ച് F8 പ്രസ് ചെയ്യുക. എന്നാലേ ഫംഗ്ഷൻ കീ വർക്ക് ആവുകയുള്ളൂ. ചിലപ്പോൾ സ്ക്രീൻ ബ്രൈറ്റ്നെസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിൻ്റെ, അല്ലെങ്കിൽ വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിൻ്റെയൊക്കെ സിമ്പിൾ കാണും. ആ ഫംഗ്ഷൻ ആയിരിക്കും വർക്ക് ആവുന്നത് വെറുതെ F8 പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. മുമ്പ് കീബോർഡിൻ്റെ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എവിടെയാണോ സെലക്ഷൻ ബിഗിൻ ചെയ്യേണ്ടത് ആദ്യം അവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ മുതലാണ് എനിക്ക് സെലക്ഷൻ ബിഗിൻ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, 4ൻ്റെ ലെഫ്റ്റ് സൈഡിൽ. അതിനുശേഷം F8 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. F8 പ്രസ് ചെയ്തപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല, എങ്കിലും ഇപ്പോൾ സെലക്ഷൻ്റെ മോഡ് ഓൺ ആയിരിക്കുകയാണ്. ഇനി നമ്മൾ എവിടെയാണോ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് അവിടെ വരെ ഈ സെലക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. ഇപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ സെലക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടു. ഇനിയും ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ
അത് അവിടെ നിന്നും ഇത്രയും വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. വീണ്ടും നമുക്കങ്ങനെ ആവശ്യമുള്ള പോയിന്റ് വരെ ഇതേപോലെ സെലക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ എക്സ്റ്റെൻഡ് മോഡ് ഓണായി കിടക്കുന്നത് കൊണ്ട് തന്നെ എവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താലും അവിടെ വരേക്ക് സെലക്ഷൻ വന്നുകൊണ്ടേയിരിക്കും. ഈ മോഡ് ഓഫ് ചെയ്യാനായി എസ്കേപ്പ് എന്നെഴുതിയിരിക്കുന്ന കീ പ്രസ് ചെയ്യുക. അപ്പോൾ അത്രയും ഭാഗം സെലക്ട് ചെയ്യപ്പെട്ടു. എസ്കേപ്പ് കീ ഉപയോഗിച്ച് ഈ മോഡ് ഓഫ് ചെയ്ത ശേഷം പിന്നീട് നമ്മൾ എവിടെയെങ്കിലും ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെലക്ഷൻ പോകും. പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്യുകയുമില്ല. അടുത്തത് F8 റിപ്പീറ്റഡ്ലി എക്സ്പാൻഡ് ദ സെലക്ഷൻ ടു ദ എൻറ്റയർ വേർഡ്, സെൻറ്റൻസ്, പാരഗ്രാഫ് ആൻഡ് ഡോക്യുമെൻറ്റ്. നേരത്തെ ചെയ്തതുപോലെ ആദ്യം ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, പിന്നീട് F8 പ്രസ് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടി F8 കൊടുക്കുകയാണെങ്കിൽ ആദ്യം ആ എൻറ്റയർ വേർഡ് സെലക്ട് ചെയ്യപ്പെടും, പിന്നീട് സെൻറ്റൻസ്, പിന്നീട് പാരഗ്രാഫ്. അതിനുശേഷം വീണ്ടും F8 കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യപ്പെടും. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും സെലക്ഷൻ പോകുന്നത്. ഇപ്പോൾ ആദ്യത്തെ വേർഡ് സെലക്ട് ചെയ്യപ്പെട്ടു. ഒന്നുകൂടി F8 കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ സെൻറ്റൻസ് ഇവിടം വരെയാണ്, അവിടം വരെ സെലക്ട് ചെയ്യപ്പെടും. ഒന്നുകൂടി F8 കൊടുക്കുമ്പോൾ പാരഗ്രാഫ് കംപ്ലീറ്റ് ആയി സെലക്ട് ചെയ്യപ്പെടും. ഇനി ഒന്നുകൂടി കൊടുക്കുമ്പോൾ ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് ആയിരിക്കും ഇതേപോലെ സെലക്ട് ചെയ്യപ്പെടുന്നത്. അടുത്തത് ഷിഫ്റ്റ് പ്ലസ് F8 റിഡ്യൂസ് ദി സെലക്ഷൻ. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇതേപോലെ തന്നെ ഷിഫ്റ്റ് പ്ലസ് F8 കൊടുക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സെലക്ഷൻ റിഡ്യൂസ് ചെയ്യപ്പെടും. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക, മറ്റൊരു ഫിംഗർ ഉപയോഗിച്ച് F8 കൊടുക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റിൻ്റെ സെലക്ഷൻ മാറി പാരഗ്രാഫ് മാത്രമായി ചുരുങ്ങി. ഇനി ഒന്നുകൂടി ഷിഫ്റ്റ് F8 കൊടുക്കുകയാണ്. പാരഗ്രാഫിൽ നിന്നും സെൻറ്റൻസിലേക്ക് റിഡ്യൂസായി. ഒന്നുകൂടി വേർഡിലേക്ക് റിഡ്യൂസ് ചെയ്യപ്പെട്ടു. ഒന്നുകൂടി കൊടുത്തപ്പോൾ അതിൻ്റെയും സെലക്ഷൻ പോയി. എന്നാൽ ഇപ്പോഴും സെലക്ഷൻ മോഡ് ഓണായി തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ അവിടെ വരെ സെലക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ ആ മോഡ് ഓഫ് ചെയ്യാനായി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എസ്കേപ്പ് കീ പ്രസ് ചെയ്യുക. അടുത്തത് കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് F8 ദെൻ പ്രസ് ദി ആരോ കീസ് ഓർ ഡ്രാഗ് മൗസ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വേർട്ടിക്കൽ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് കിട്ടും. ഇപ്പോൾ നമുക്കറിയാം എങ്ങനെ സെലക്ട് ചെയ്താലും ഒന്നുകിൽ ഈ വേർഡ് ആയിരിക്കും സെലക്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ സെൻറ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് ആയിരിക്കും. നമ്മൾ മൗസ് വെച്ച് ഡ്രാഗ് ചെയ്താലും ഈ രീതിയിലായിരിക്കും സെലക്ഷൻ വരുന്നത്. എന്നാൽ ഒരു വേർട്ടിക്കൽ ബ്ലോക്ക് മാത്രമായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ കോമ്പിനേഷൻ കീസ് കൊടുക്കാം. അതായത് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു വേർട്ടിക്കൽ ബ്ലോക്ക്, സേവ് ടൈം ഇൻ വേർഡ്, ആ ഒരു ടോപ്പ് പോർഷനെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ താഴോട്ട് ഇതേപോലെ ഒരു വേർട്ടിക്കൽ ബ്ലോക്ക്, ആ രീതിയിൽ സെലക്ഷൻ വരാനായിട്ടാണ് ഇത്. ഇപ്പോൾ ഈ ടൈം മുതൽ വിത്ത് വരെയുള്ള ഈ ഒരു പോർഷൻ്റെ വേർട്ടിക്കൽ ബ്ലോക്കാണ് വേണ്ടതെങ്കിൽ ടിയുടെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക, മറ്റൊരു ഫിംഗർ ഉപയോഗിച്ച് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക, പിന്നീട് F8 എന്ന കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ടിയുടെ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു ലൈൻ വന്നിരിക്കുന്നത് കാണാം. നമുക്കിപ്പോൾ റൈറ്റിലോട്ടാണ് സെലക്ഷൻ വേണ്ടത്. അപ്പോൾ റൈറ്റിലേക്കുള്ള ആരോ കീ പ്രസ് ചെയ്യുക. ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും എക്സ്റ്റൻഷൻ റൈറ്റിലോട്ട് വരും. അപ്പോൾ നമുക്ക് ഇവിടം വരെ മതി. ഇനി നമുക്ക് താഴോട്ടാണ് വേണ്ടത്. അപ്പോൾ ഡൗൺ ആരോ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ താഴേക്ക് സെലക്ഷൻ വരും. ഇങ്ങനെ ഒരു വേർട്ടിക്കൽ ബ്ലോക്ക് സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഈ സെലക്ഷൻ കുറയ്ക്കാനായി അപ്പ് ആരോ കൊടുക്കുക. ലെഫ്റ്റ് ആരോ കൊടുത്താൽ ലെഫ്റ്റിലേക്ക് സെലക്ഷൻ റിഡ്യൂസ് ചെയ്യപ്പെടും. ഇത് തന്നെ മൗസ് ഡ്രാഗ് ചെയ്തുകൊണ്ടും ചെയ്യാം. അതിനും സെലക്ഷൻ ബിഗിൻ ചെയ്യേണ്ടിടത്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് വേർഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ. പിന്നീട് കൺട്രോൾ ഷിഫ്റ്റ് F8 കൊടുക്കുക. അത് കഴിഞ്ഞ് മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവരിക. മൗസ് പോയിൻ്റർ ആരോയുടെ ഫോമിലായിരിക്കരുത്, ഇങ്ങനെ ഐയുടെ ഫോമിൽ ആയ ശേഷം മൗസ് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള വേർട്ടിക്കൽ ബ്ലോക്കിൻ്റെ പോർഷൻ ഇതേപോലെ ഡ്രാഗ് ചെയ്തെടുക്കുക. പിന്നീട് താഴേക്ക് മൗസ് ഡ്രാഗ് ചെയ്യുക. ലെഫ്റ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് നമുക്ക് സെലക്ഷൻ കുറയ്ക്കാം. മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് സെലക്ഷൻ മുകളിലേക്കും കൊണ്ടുപോകാം. നമുക്ക് ആവശ്യമുള്ള അത്രയും സെലക്ഷൻ ആയി കഴിയുമ്പോൾ
മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ റിലീസ് ചെയ്യുക. അടുത്തത് പേജ് ബ്രേക്ക്, ഹൈപ്പർ ലിങ്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഡോക്യുമെൻറ്റിൽ ഇൻസേർട്ട് ചെയ്യുവാനുള്ള ഷോർട്ട് കട്ട് കീസാണ്. ആദ്യത്തേത് Ctrl+Enter, ഇൻസേർട്ട് പേജ് ബ്രേക്ക്. നമുക്ക് ഈ പ്ലസ് സൈൻ എന്നുള്ള ഈ ലൈനും റീഡിങ് ഈസ് ഈസിയർ എന്ന് തുടങ്ങുന്ന ഈ പാരഗ്രാഫിനും ഇടയ്ക്ക് ഒരു പേജ് ബ്രേക്ക് ആവശ്യമുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, പിന്നീട് Ctrl+Enter കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു പേജ് ബ്രേക്ക് നമുക്ക് കിട്ടി. റീഡിങ് ഈസ് ഈസിയർ എന്നുള്ള പാരഗ്രാഫ് മറ്റൊരു പേജിലേക്ക് മാറി. അടുത്തത് ഇൻസേർട്ട് എ ഹൈപ്പർ ലിങ്ക്. ഹൈപ്പർ ലിങ്കിനെ കുറിച്ച് മുൻപ് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അതിനകത്ത് എല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് വന്നത് നോക്കുക. Ctrl+K. നമുക്കിപ്പോൾ ഇവിടെ ഒരു ഹൈപ്പർ ലിങ്ക് കൊടുക്കണമെങ്കിൽ Ctrl+K കൊടുക്കുക. അപ്പോൾ ഹൈപ്പർ ലിങ്കിൻ്റെ വിൻഡോ ഓപ്പൺ ആകും. ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് കൊടുക്കാം. അടുത്തത് Ctrl+Shift+L, ഇൻസേർട്ട് ബുള്ളറ്റ് ലിസ്റ്റ്. ഒരു ബുള്ളറ്റ് ലിസ്റ്റ് വളരെ എളുപ്പത്തിൽ എടുക്കാനായിട്ടാണ് ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു ബുള്ളറ്റ് ലിസ്റ്റ് ആക്കണമെങ്കിൽ ആദ്യം സെലക്ട് ചെയ്യുക, പിന്നീട് Ctrl+Shift+L കൊടുക്കുക. അടുത്തത് Ctrl+Alt+F, ഇൻസേർട്ട് ഫുട് നോട്ട്. ഫുട് നോട്ട് എന്ന് പറഞ്ഞാൽ ഓരോ പേജിൻ്റെയും താഴെ ചെറിയ നോട്ട് പോലെ കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ പേജിൽ നിൽക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് Ctrl+Alt+F കൊടുത്താൽ ഈ പേജിൻ്റെ താഴെ ഫുട് നോട്ടിന് ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് ഫുട് നോട്ടായിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തത് Ctrl+Alt+D, ഇൻസേർട്ട് എൻഡ് നോട്ട്. എൻഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ, ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും താഴെ വരുന്നതാണ് Ctrl+Alt+D. ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റിൻ്റെ താഴെ എൻഡ് നോട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ കിട്ടി. അടുത്ത 3 കമാൻഡ്സ് ഇതേപോലെയുള്ള സിംബൽസ് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഇൻസേർട്ട് ചെയ്യാനുള്ളതാണ്. Ctrl+Alt+T, ഇൻസേർട്ട് ട്രേഡ് മാർക്ക് സിംബൽ. ട്രേഡ് മാർക്കിൻ്റെ ഇങ്ങനെ TM എന്നുള്ള സിംബൽ കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് ആ സിംബൽ വേണ്ടതെങ്കിൽ ആദ്യം അവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴ്സർ ഇവിടെ നിർത്തുക, പിന്നീട് Ctrl+Alt+T കൊടുക്കുക. ഇതിൻ്റെ ഫോൺ സൈസ് ഒന്ന് കൂട്ടാം, അതിന് പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കും. അടുത്തത് കോപ്പിറൈറ്റിൻ്റെ സിംബൽ. അതിനായി ആദ്യം ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യുക, പിന്നീട് C എന്ന് ടൈപ്പ് ചെയ്യുക. C ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ കൊടുക്കാം, അതിന് കുഴപ്പമില്ല. പിന്നീട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ ഒന്നും പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ അത് ഇങ്ങനെയൊരു സിമ്പിളായിട്ട് മാറും. ഇനി അടുത്തത് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് സിമ്പിൾ. അതും ഇതേപോലെ തന്നെ ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യുക, പിന്നീട് R എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പർ കേസോ ലോവർ കേസോ ആകാം, കുഴപ്പമില്ല. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിൻ്റെ സൈസ് അല്പം ഒന്ന് കൂട്ടാം. അങ്ങനെ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ അത് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കിൻ്റെ സിമ്പിളായിട്ട് മാറി. ഇനി അടുത്തത് പാരഗ്രാഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കമാൻഡ്സ് ആണ്. ആദ്യത്തേത് Ctrl+R, അലൈൻ ദ പാരഗ്രാഫ് ടു ദി റൈറ്റ്. നമുക്കറിയാം ഈ പാരഗ്രാഫ്സ് എല്ലാം ലെഫ്റ്റ് അലൈൻഡ് ആണ്, ലെഫ്റ്റ് സൈഡാണ് ഒരേപോലെ കാണുന്നത്. റൈറ്റ് സൈഡ് അൺഈവണായിട്ട് കിടക്കുകയാണ്, അതായത് ഇത് റൈറ്റ് അലൈൻഡ് അല്ല. ഇതിനെ റൈറ്റ് അലൈൻഡ് ആക്കാനായി Ctrl+R കൊടുക്കാം. പാരഗ്രാഫ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കമാൻഡ് കൊടുക്കുമ്പോൾ പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യണമെന്നില്ല. ആ പാരഗ്രാഫിൻ്റെ എവിടെയെങ്കിലും ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താലും മതി. നമുക്കിപ്പോൾ ഈ പാരഗ്രാഫ് റൈറ്റ് അലൈൻഡ് ആക്കാം. അപ്പോൾ ഞാനിവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തു, കഴ്സർ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. അതിനുശേഷം Ctrl+R കൊടുക്കുക. അപ്പോൾ ആ പാരഗ്രാഫ് കംപ്ലീറ്റ് റൈറ്റ് അലൈൻഡായി, റൈറ്റ് സൈഡെല്ലാം ഒരേ ലെവലായി. അതുപോലെ പാരഗ്രാഫ് സെൻട്രലൈസ് ചെയ്യാം. അതിനായി Ctrl+E കൊടുക്കാം. ഇപ്പോൾ ഈ പാരഗ്രാഫാണ് സെൻട്രലൈസ് ചെയ്യേണ്ടതെങ്കിൽ ഈ പാരഗ്രാഫ് ഒന്നുകിൽ സെലക്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം Ctrl+E കൊടുക്കുക. ഇപ്പോൾ അത് സെൻറ്റർ അലൈൻഡായി. ഇനി ഇതിനെ നേരത്തെ പോലെ ലെഫ്റ്റ് അലൈൻഡ് ആക്കാനായി വീണ്ടും ഈ പാരഗ്രാഫിൽ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം Ctrl+L കൊടുക്കാം. ഇത് നമുക്ക് Ctrl+L കൊടുത്ത് ലെഫ്റ്റ് അലൈൻ ചെയ്യാം. അടുത്തത് Ctrl+J, ജസ്റ്റിഫൈ ദി പാരഗ്രാഫ്. നമുക്കറിയാം ഈ സൈഡ് ഒരു ലെവലാണ് ലെഫ്റ്റ് സൈഡ്, അതേസമയം റൈറ്റ് സൈഡ് ഒരേ ലെവലല്ല കീപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്തതുപോലെ Ctrl+R കൊടുത്തു കഴിഞ്ഞാൽ
റൈറ്റ് അലൈൻഡ് ആകും, അതേസമയം ലെഫ്റ്റ് സൈഡ് അലൈൻമെൻറ്റ് പോകും. കൺട്രോൾ ഇ കൊടുത്ത് സെൻട്രലൈസ് ചെയ്താൽ രണ്ട് സൈഡിലെയും അലൈൻമെൻറ്റ് പോകും, സെൻട്രലൈസ്ഡ് ആയിട്ട് അലൈൻഡ് ആയിട്ട് വരും. കൺട്രോൾ എൽ കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ റൈറ്റ് സൈഡ് അലൈൻമെൻറ്റ് ഇല്ലാതെയാകും. അപ്പോൾ ഇങ്ങനെയല്ല, ഈ സൈഡ് അലൈൻഡ് ആയിരിക്കുന്നത് പോലെ തന്നെ ഈ സൈഡും അലൈൻഡായി വരാനായി കൺട്രോൾ ജെ കൊടുക്കാം. അതിനായി അലൈൻമെൻറ്റ് ആവശ്യമുള്ള പാരഗ്രാഫിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ പാരഗ്രാഫിലാണ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കൺട്രോൾ ജെ കൊടുക്കുക. ഇപ്പോൾ ഈ പാരഗ്രാഫിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേപോലെ അലൈൻഡായി. അടുത്തത് കൺട്രോൾ എം, ഇൻഡെൻറ്റ് ദി പാരഗ്രാഫ്. ഇപ്പോൾ ഒരു പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് മറ്റ് പാരഗ്രാഫുകളിൽ നിന്നും അല്പം വ്യത്യാസപ്പെട്ടുള്ള രീതിയിൽ ഇൻഡെൻറ്റ് ചെയ്ത് കാണിക്കാം. അതിനായി ആ പാരഗ്രാഫ് സെലക്ട് ചെയ്യുക, പിന്നീട് കൺട്രോൾ എം കൊടുക്കുക. അടുത്തത് കൺട്രോൾ ഷിഫ്റ്റ് എം, റിമൂവ് എ പാരഗ്രാഫ് ഇൻഡെൻറ്റ്. ഇതേപോലെ നമ്മൾ ഇൻഡെൻറ്റ് ചെയ്തൊരു പാരഗ്രാഫിൻ്റെ ഈ ഇൻഡെൻറ്റ് മോഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് എം കൊടുക്കാം. ആദ്യം ആ പാരഗ്രാഫ് സെലക്ട് ചെയ്യുക, പിന്നീട് കൺട്രോൾ ഷിഫ്റ്റ് എം കൊടുക്കുക. അടുത്തത് കൺട്രോൾ ടി, ക്രിയേറ്റ് എ ഹാങ്ങിങ് ഇൻഡെൻറ്റ്. ഹാങ്ങിങ് ഇൻഡെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ലൈന് ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, ബാക്കിയുള്ള ലൈൻസ് എല്ലാം അല്പം റൈറ്റിലോട്ട് മാറിയായിരിക്കും. അതിനായും പാരഗ്രാഫ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ പാരഗ്രാഫാണ് ഹാങ്ങിങ് ഇൻഡെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം കൺട്രോൾ ടി കൊടുത്തു. അപ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇതും കൺട്രോൾ ഷിഫ്റ്റ് ടി കൊടുത്ത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, പിന്നീട് കൺട്രോൾ ഷിഫ്റ്റ് ടി കൊടുക്കുക. അടുത്തത് കൺട്രോൾ 1, അപ്ലൈ സിംഗിൾ സ്പേസിംഗ് ടു ദി പാരഗ്രാഫ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ലൈൻ സ്പേസിംഗ് അല്ലാതെ സിംഗിൾ സ്പേസിംഗ് കൊടുക്കാനായി പാരഗ്രാഫ് സെലക്ട് ചെയ്യുക, പിന്നീട് കൺട്രോൾ 1 കൊടുക്കുക. ഇപ്പോൾ ഈ പാരഗ്രാഫിൻ്റെ ലൈൻ സ്പേസിംഗ് അല്പം ഒന്ന് കുറഞ്ഞു. ഇതിപ്പോൾ സിംഗിൾ സ്പേസിങ്ങിലാണ് വന്നിരിക്കുന്നത്. അടുത്തത് കൺട്രോൾ 2, ഡബിൾ സ്പേസിംഗ്. കൺട്രോൾ 2, ഇപ്പോൾ ഇത് ഡബിൾ സ്പേസിങ്ങിലായി. അടുത്തത് കൺട്രോൾ 5, അപ്ലൈ 1.5 ലൈൻ സ്പേസിംഗ്. കൺട്രോൾ 5, ഇപ്പോൾ 1.5 ലൈൻ സ്പേസിങ്ങിലാണ് ഈ പാരഗ്രാഫിലെ ലൈൻസ് ഒക്കെ കിടക്കുന്നത്. ഇനിയും ഡിലീഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കമാൻഡ്സ് ആണ്. ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു വേർഡോ ഒക്കെ എളുപ്പത്തിൽ ഡിലീറ്റ് ചെയ്യുവാനുള്ള കീസ്. ആദ്യത്തേത് ബാക്ക് സ്പേസ്. ഡിലീറ്റ് 1 ക്യാരക്ടർ ടു ദ ലെഫ്റ്റ്. എവിടാണോ കേഴ്സർ നിൽക്കുന്നത് അതിൻ്റെ ലെഫ്റ്റിലുള്ള ഒരു ക്യാരക്ടറിനെ ഡിലീറ്റ് ചെയ്യും. ഇപ്പോൾ കേഴ്സർ നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ക്യാരക്ടർ ഇ ആണ്. ബാക്ക് സ്പേസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇ എന്നുള്ള ക്യാരക്ടർ ഇറേസ് ആയി. അടുത്തത് ഡിലീറ്റ് 1 ക്യാരക്ടർ ടു ദി റൈറ്റ്. കേഴ്സർ പൊസിഷൻ്റെ റൈറ്റിലുള്ള ഒരു ക്യാരക്ടറിനെ ഡിലീറ്റ് ചെയ്യും. ഇവിടെ എ ആണ് ആ ക്യാരക്ടർ. ഡിലീറ്റ് കീ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ എ ഇറേസ് ആയി. നെക്സ്റ്റ് കൺട്രോൾ പ്ലസ് ബാക്ക് സ്പേസ്. നേരത്തെ ബാക്ക് സ്പേസ് മാത്രം കൊടുത്തപ്പോൾ ലെഫ്റ്റിലുള്ള ഒരു ക്യാരക്ടർ മാത്രമാണ് ഡിലീറ്റ് ആയത്. എന്നാൽ കൺട്രോൾ പ്ലസ് ബാക്ക് സ്പേസ് കൊടുക്കുമ്പോൾ ഒരു വേർഡ് കംപ്ലീറ്റ് ആയി ഡിലീറ്റ് ആകും. ഞാനിപ്പോൾ മേക്കിൻ്റെ റൈറ്റ് സൈഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ കഴ്സർ പൊസിഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വേർഡ് മേക്ക് ആണ്. ഇനി കൺട്രോൾ ബാക്ക് സ്പേസ് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ മേക്ക് എന്നുള്ള വേർഡ് കംപ്ലീറ്റ് ആയി ഡിലീറ്റ് ആയി. ഇനി ഞാൻ ഇവിടെ ഒന്ന് ഡോക്യുമെൻ്റ് ഡിയുടെ ലെഫ്റ്റ് സൈഡ് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ കഴ്സറിൻ്റെ റൈറ്റ് സൈഡിലുള്ള വേർഡ് ഡോക്യുമെൻ്റ് ആണ്. കൺട്രോൾ പ്ലസ് ഡിലീറ്റ് കൊടുക്കാം. ഡിലീറ്റ് 1 വേർഡ് ടു ദി റൈറ്റ്. അപ്പോൾ ആ ഡോക്യുമെൻ്റ് എന്നുള്ള വേർഡ് കംപ്ലീറ്റ് ആയി ഡിലീറ്റ് ആയി. അടുത്തത് ഫോമാറ്റിങ്ങുമായി കണക്റ്റഡ് ആയിട്ടുള്ള കമാൻഡ്സ് ആണ്. കൺട്രോൾ ഓൾട്ട് സി, കോപ്പി ദ സെലക്റ്റഡ് ടെക്സ്റ്റ് ഫോമാറ്റിംഗ്. ടെക്സ്റ്റിൻ്റെ ഫോമാറ്റിംഗ് മാത്രം സെലക്ട് ചെയ്ത് അത് മറ്റൊരു ഭാഗത്തേക്ക് ആ സെയിം ഫോമാറ്റിംഗ് കൊടുക്കാനൊക്കെ നമുക്ക് ഈ കമാൻഡ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും ഭാഗത്ത് ഒരു ഫോമാറ്റിംഗ് കൊടുക്കുകയാണ്. ഫോണ്ടിൻ്റെ ഈ ഒരു മോഡൽ കൊടുക്കുകയാണ്. ഈ ഫോമാറ്റിംഗ് ആകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഈ ഫോമാറ്റിംഗ് എനിക്ക് ഇവിടെ മറ്റ് എവിടെയെങ്കിലുമൊക്കെ കോപ്പി ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഫോമാറ്റിംഗ് ഉള്ള ഭാഗം സെലക്ട് ചെയ്യുക, പിന്നീട് കൺട്രോൾ ഓൾട്ട് സി കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഫോമാറ്റിംഗ് കോപ്പീഡായി. ഇനി ഇതേ ഫോമാറ്റിംഗ് എനിക്ക് ഇവിടെ വേണമെങ്കിൽ വേണ്ടുന്ന പോർഷൻ അത്രയും സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ ഓൾട്ട് വി കൊടുക്കുക. പേസ്റ്റ് ദി സെലക്റ്റഡ് ടെക്സ്റ്റ് ഫോമാറ്റിംഗ്.
ഇപ്പോൾ ആ ടെക്സ്റ്റ് നമ്മൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന അതേ ടെക്സ്റ്റ് തന്നെയാണ്, പക്ഷേ ഫോമാറ്റിംഗ് മാത്രം കോപ്പി ചെയ്യപ്പെട്ടു. അടുത്തത് Ctrl+Spacebar ക്ലിയർ ഫോമാറ്റിംഗ്. ഈ ഫോമാറ്റിംഗ് ഒക്കെ കളയണമെങ്കിൽ കളയേണ്ട ഭാഗം ആദ്യം സെലക്ട് ചെയ്യുക, പിന്നീട് കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത ശേഷം മറ്റൊരു ഫിംഗർ ഉപയോഗിച്ച് സ്പേസ് ബാർ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കളയാം. ഇങ്ങനെ ഫോമാറ്റിംഗ് കളയുമ്പോൾ കംപ്ലീറ്റ് ഫോമാറ്റിംഗ് ആയിരിക്കും പോകുന്നത്. ഇവിടെ ഫോൺ സൈസും കുറഞ്ഞിട്ടുണ്ട്. അതായത് ഡിഫോൾട്ടായി ഈ ഡോക്യുമെൻറ്റിൻ്റെ ഫോൺ സൈസ് 12 ആണ്, ആ 12ലേക്ക് വന്നു. പക്ഷേ ഇവിടെ ഞാൻ ഫോൺ സൈസ് അല്പം കൂട്ടിയാണ് ബാക്കിയുള്ള പോർഷനിലെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റിന് നമ്മൾ എന്തെല്ലാം ഫോമാറ്റിംഗ് വരുത്തിയിട്ടുണ്ടോ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇനി മിസലേനിയസ് ആയിട്ടുള്ള വേറെ കുറേ ഷോർട്ട് കട്ട്സ് ആണ്. Ctrl+Shift+N നോർമൽ സ്റ്റൈൽ. അതിവിടെ ഇപ്പോൾ വിൻഡോ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് സ്റ്റൈൽസ് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് ഈ ലോഞ്ച് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ നോർമൽ മോഡിലേക്ക് തിരികെ വരാനാണ് ഈ കമാൻഡ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഫോൺ സൈസ് കൂടി കിടക്കുകയാണ്, അപ്പോൾ അത് നോർമൽ മോഡിലല്ല. ഈ പാരഗ്രാഫ് നോർമൽ മോഡിലാക്കാനായി നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ പാരഗ്രാഫ് ഫുൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം Ctrl+Shift+N കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ നോർമൽ മോഡിലേക്ക് വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ പാരഗ്രാഫിന് സ്റ്റൈൽസ്, ഈ ഒരു സ്റ്റൈൽ, ഹെഡിങ്ങിൻ്റെ ഈ സ്റ്റൈൽ കൊടുക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇതിനെയും നമുക്ക് നോർമൽ മോഡിലേക്ക് കൊണ്ടുവരാനായി Ctrl+Shift+N കൊടുക്കാം. നോർമൽ സ്റ്റൈലിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ഫോമാറ്റിങ്ങും മാറും. അടുത്തത് Ctrl+F1 എക്സ്പാൻഡ് ഓർ കൊളാപ്സ് ദി റിബൺ. ഈ റിബൺ എക്സ്പാൻഡ് ചെയ്യുകയോ കൊളാപ്സ് ചെയ്യുകയോ വേണമെങ്കിൽ Ctrl+F1. ഒരു തവണ കൊടുക്കുമ്പോൾ റിബൺ ക്ലോസ് ആകും. ഇനി അത് വീണ്ടും ഓപ്പൺ ചെയ്യാനും സെയിം കമാൻഡാണ് യൂസ് ചെയ്യുന്നത്, Ctrl+F1. അടുത്തത് എസ്കേപ്പ് ക്യാൻസൽ എ കമാൻഡ്. നമ്മളൊരു കമാൻഡ് കൊടുത്ത ശേഷം അത് വേണ്ടാന്നുണ്ടെങ്കിൽ എസ്കേപ്പ് കീ കൊടുത്താൽ മതി. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഉദാഹരണമായി നേരത്തെ F8 കൊടുത്ത് സെലക്ഷൻ മോഡ് ഓണായി കിടക്കുമ്പോൾ എസ്കേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ മോഡ് അങ്ങ് ഓഫ് ആകും. നെക്സ്റ്റ് Ctrl+Alt+S സ്പ്ലിറ്റ് ദി ഡോക്യുമെൻറ്റ് വിൻഡോ. നമ്മുടെ ഡോക്യുമെൻ്റ് ഇതാണ്. ഈ ഡോക്യുമെൻറ്റിൻ്റെ വിൻഡോ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് Ctrl+Alt+S കൊടുക്കാം. ഇപ്പോൾ ആ ഡോക്യുമെൻ്റ് രണ്ടായി സ്പ്ലിറ്റായി. ഇവിടെയും നമുക്ക് ഒരു വിൻഡോ കിട്ടി, ഇവിടെയും അതിൻ്റെ തന്നെ മറ്റൊരു വിൻഡോയും കിട്ടി. ഇത് പഴയ രീതിയിലാകാൻ എഗെയിൻ Ctrl+Alt+S റിമൂവ് ദി ഡോക്യുമെൻറ്റ് വിൻഡോ സ്പ്ലിറ്റ്. Ctrl+Alt+S തന്നെ കൊടുക്കുക. ഇനി വേറെ കുറച്ച് കമാൻഡ്സ് ആണ്. അതായത് സ്ട്രൈക്ക് ത്രൂ ഏറ്റവും എളുപ്പം ജസ്റ്റ് വേർഡ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇവിടെ നിന്ന് സ്ട്രൈക്ക് ത്രൂ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനും കീബോർഡ് ഷോർട്ട് കട്ട് ഉണ്ട്. Ctrl+D പിന്നീട് Alt+K, അതിനുശേഷം OK സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ Ctrl+D കൊടുക്കുമ്പോൾ ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആകും. പിന്നീട് Alt+K കൊടുക്കുക. Alt കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത ശേഷം K എന്ന് കൊടുക്കുക. അതിനുശേഷം OK സെലക്ട് ചെയ്യുക. ഇപ്പോഴും ആ കഴ്സർ ഇവിടെ ഈ വേർഡിലാണ് നിന്നത്, അപ്പോൾ ആ വേർഡിൽ സ്ട്രൈക്ക് ത്രൂ വന്നു. അതുപോലെ ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനായി Ctrl+D എന്ന ഷോർട്ട് കട്ട് കീ മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു. അതല്ലാതെ Ctrl+Shift+F കൊടുത്താലും സെയിം ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആകും. Ctrl+Shift+P കൊടുത്താലും അതേ ബോക്സ് തന്നെ ഓപ്പൺ ആകും. Ctrl+Shift+F, Ctrl+Shift+P. അപ്പോൾ ഇങ്ങനെയും ഈ ഫോൺ ഡയലോഗ് ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അടുത്തത് നമ്മൾ നേരത്തെ വിൻഡോ ഷിഫ്റ്റ് ചെയ്തതാണ് ഈ ഡോക്യുമെൻറ്റിൻ്റെ. Ctrl+Alt+S കൊടുത്ത് അതിനെ റിമൂവ് ചെയ്തത് Ctrl+Alt+S കൊടുത്ത് തന്നെയാണ്. അതല്ലാതെ മറ്റൊരു ഷോർട്ട് കട്ട് കീയും കൂടെ ഉണ്ട്. ആദ്യം നമുക്ക് വിൻഡോ സ്പ്ലിറ്റ് ചെയ്യാം. Ctrl+Alt+S കൊടുത്തിട്ട് ഇനി ഈ സ്പ്ലിറ്റ് കളയാനായി Alt+Shift+Cയും കൊടുക്കാം. Alt+Shift+C. അപ്പോൾ ഈ ഷോർട്ട് കട്ട് കീസൊക്കെ ഉപയോഗിച്ച് നമ്മുടെ വർക്ക് വളരെ ഫാസ്റ്റായി നമുക്ക് ചെയ്യാം. ഷോർട്ട് കട്ട് കീസിൻ്റെ ഈ ഡോക്യുമെൻറ്റ് PDF ആയി ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സോഫ്റ്റ് കോപ്പിയോ ഹാർഡ് കോപ്പിയോ ഒക്കെ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക.